അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മുടെ SSLC ബയോളജിയുടെ കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനെയും ഫുൾ നമ്മുടെ 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 8 ചാപ്റ്റേഴ്സിനെയും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പറയുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളുടെ മൈൻഡിൽ ആ കാര്യങ്ങൾ എന്താണെന്നൊന്ന് ഓർത്തെടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് നിങ്ങളുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആകും. അപ്പോൾ എക്സാമിന് ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ SSLCയിൽ ഫുൾ A+ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് ദാറ്റ് ഈസ് അവർ 5th ചാപ്റ്റർ, സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ്. നമുക്കൊരു ഡിഫെൻസ് മെക്കാനിസം ഉണ്ടല്ലേ, നമ്മുടെ ബോഡിക്ക് നമ്മളെ പാത്തോജൻസിനൊക്കെ നമ്മളെ സേവ് ചെയ്യാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് എന്തുണ്ട്, ഒരു ഡിഫെൻസ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതിന് ക്ലിയർ ആയിട്ടൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മുടെ ബോഡിയുടെ ഡിഫെൻസ് മെക്കാനിസം, ആ ഡെഫിനിഷൻ പഠിക്കണം. പിന്നെ നമ്മുടെ ബോഡിക്ക് ഒരു പ്രൈമറി ലെവൽ ഡിഫെൻസ് മെക്കാനിസം ഉണ്ട്, ഒരു സെക്കൻഡറി ലെവൽ ഡിഫെൻസ് മെക്കാനിസം ഉണ്ട്. പ്രൈമറി ലെവൽ എന്ന് പറയുമ്പോൾ പാത്തോജൻസ് ബോഡിയിൽ കടക്കാതെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് തരുന്നത് ബോഡി കവറിങ്സും സെക്രീഷൻസും ആണ്. ഏതൊക്കെയാണ് നമ്മളുടെ ബോഡി കവറിങ്സ്? നമുക്ക് സ്കിന്നുണ്ട്, മ്യൂക്കസ് മെമ്പറൈൻ ഉണ്ട്. അവരുടെ സെക്രീഷൻസ് ഏതൊക്കെയാണ്? മ്യൂക്കസ് ഉണ്ട്, സലൈവ, ടിയർ, ഇയർ വാക്സ്, ഇതൊക്കെ അവരുടെ സെക്രീഷൻസ് ആണ്. അപ്പോൾ ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ് ആണ് പാത്തോജൻസ് ബോഡിയിൽ കടക്കാതെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അഥവാ കടന്നു കഴിഞ്ഞാലോ നമുക്ക് സെക്കൻഡ് ലെവൽ ഡിഫെൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ആ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡും ലിംഫും ആണ് നമുക്ക് സെക്കൻഡ് ലെവൽ ഡിഫെൻസ് വരുന്നത്. അതായത് പാത്തോജൻസ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവരെ ഡെസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബ്ലഡ് നോക്കാം. ബ്ലഡിൽ WBC ആണ് നമ്മളുടെ വാരിയേഴ്സ്, നമ്മളുടെ പാത്തോജൻസിന് എന്ത് ചെയ്യുന്നത്, ഡെസ്ട്രോയ് ചെയ്യുന്നത് നമ്മളുടെ WBC ആണ്. WBC നമുക്ക് 5 എണ്ണം ഉണ്ട്. ആരൊക്കെയാണ്? മോണോസൈറ്റ് ഉണ്ട്, ലിംഫോസൈറ്റ് ഉണ്ട്, ഈസിനോഫിൽ, ന്യൂട്രോഫിൽ ആൻഡ് ബേസോഫിൽ. അപ്പം ഈ 5 പേരും എങ്ങനെയാണ് പാത്തോജൻസിനെ ഡെസ്ട്രോയ് ചെയ്യുന്നതെന്നുള്ളൊരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കണം. 5 പേരെയും മാറിപ്പോവരുത് അവരുടെ ഫങ്ഷൻസും, അവരെങ്ങനെയാണ് പാത്തോജനെ ഡെസ്ട്രോയ് ചെയ്യുന്നതെന്ന്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ഡിഫെൻസ് മെക്കാനിസമാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. നമുക്കൊരു മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ മുറിവുണ്ടായ ഭാഗത്ത് ഇങ്ങനെ റെഡ്നെസ്സും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. ആ ഒരു റെസ്പോൺസ് ആണ്, ആ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഡയഗ്രാം അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ദെൻ നമുക്ക് വരുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്തോജൻസിനെ എൻഗൾഫ് ചെയ്യുന്ന, ഡെസ്ട്രോയ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഫാഗോസൈറ്റോസിസ് അല്ലേ. അത് ചെയ്യുന്ന 2 ബ്ലഡ് സെൽസ് ഉണ്ട് നമുക്ക് WBCയിൽ. ആരൊക്കെയാണെന്നോ മോണോസൈറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ന്യൂട്രോഫിൽ ഉണ്ട്. ന്യൂട്രോഫിലും മോണോസൈറ്റും ആണ് ആര്, നമ്മുടെ ഫാഗോസൈറ്റ്സ്, പാത്തോജൻസിനെ എൻഗൾഫ് ചെയ്ത് ഡെസ്ട്രോയ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സ്റ്റേജസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പാത്തോജൻ എങ്ങനെ വരുമ്പം അതിനെ ഡെസ്ട്രോയ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയുമ്പോൾ നമുക്കൊരു മുറിവ് ഉണ്ടാകുമ്പം അത് ഒരുപാട് നേരം അതിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യില്ല അല്ലേ, പെട്ടെന്ന് തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്റ്റേജസ്, നമുക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന നമ്മളുടെ ബ്ലഡ് സെല്ലാണ് ഇത് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് എങ്ങനെയാണ് ഈ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റേജസ് ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഫീവർ എന്താണ്? ഒരു ഡിഫെൻസ് മെക്കാനിസം ആണല്ലേ. ഫീവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടീഷൻ വെൻ ദ ബോഡി ടെമ്പറേച്ചർ, നോർമൽ ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഈ ഒരു ഇതിൽ നിന്ന് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റേസ് ആവുന്ന ഒരു കണ്ടീഷനാണ് ഫീവർ എന്ന് പറഞ്ഞാൽ. അതെന്താണ് ആക്ച്വലി? ഒരു ഡിഫെൻസ് മെക്കാനിസം ആണ്, നമുക്കറിയാമല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പം ഈ ഒരു ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഓരോ സ്റ്റേജസും കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഒന്നെങ്കിൽ ഇത് ഡിസോർഡർ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേക്കൻ്റ് ആയിട്ടൊക്കെ തരും. അപ്പം കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ സ്പെസിഫിക് ഡിഫെൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ജനറൽ നോൺ സ്പെസിഫിക് ഡിഫെൻസ് ആണ് നോക്കി, ആര് വന്നാൽ അപ്പോൾ തന്നെ ഡെസ്ട്രോയ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്പെസിഫിക് ഡിഫെൻസ് ആണ് നോക്കുന്നത്. നമുക്ക് സ്പെസിഫിക് ഡിഫെൻസ് വരുന്നത് നമ്മളുടെ ലിംഫോസൈറ്റ്സ് ആണ്. ലിംഫോസൈറ്റ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. B ലിംഫോസൈറ്റ്സ് ഉണ്ട്, T ലിംഫോസൈറ്റ്സ് ഉണ്ട്. B ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബോൺ മാരോയിലെ മെച്ചുറേഷൻ നടക്കുന്നതാണ് B ലിംഫോസൈറ്റ്സ്, ആൻഡ് തൈമസിലെ മെച്ചുറേഷൻ നടക്കുന്ന T ലിംഫോസൈറ്റ്സ്. ഇവർ 2 പേരും ഡിഫറെൻറ്റ് മെക്കാനിസമാണ് പാത്തോജൻസിനെ ഡെസ്ട്രോയ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. B ലിംഫോസൈറ്റ്സ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്, വൈ ഷേപ്ഡിലുള്ളൊരു പ്രോട്ടീനാണ്. പാത്തോജൻസിനെ അറിഞ്ഞ് നശിപ്പിക്കുന്ന ആൾക്കാരാണ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. B ലിംഫോസൈറ്റ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു പുതിയ ടേമാണ് ആൻറ്റിജൻ. ആൻറ്റിജൻ എന്താണെന്നുള്ളത്, ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്തോജൻ നമ്മളുടെ ഡിഫെൻസ് മെക്കാനിസത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഫോറിൻ ബോഡി അല്ലെ പാത്തോജനെ നമ്മൾ ആൻറ്റിജൻ എന്ന് പറയും. ഈ ഒരു കൺസെപ്റ്റ് ഇത് രണ്ടും മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലിംഫ്, നമ്മൾ പറഞ്ഞൊരു ബോഡി ഫ്ലൂയിഡ് ആണല്ലേ, നമ്മുടെ പാത്തോജൻസിനെ ഡെസ്ട്രോയ് ചെയ്യുന്ന ഒരു ബോഡി ഫ്ലൂയിഡ് ആണ് ലിംഫ്. ലിംഫിൽ എന്തുണ്ട്? ലിംഫോസൈറ്റ്സ് ഉണ്ട്, അവരും പാത്തോജനെ ഡെസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റാണ് ഇമ്മ്യൂൺ
ഇമ്മ്യൂണൈസേഷൻ. നമ്മൾ ഇമ്മ്യൂണൈസേഷനെ വാക്സിനേഷൻ എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ എന്താണ്? നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളുടെ ഇമ്മ്യൂൺ സെൽസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വാക്സിൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാക്സിൻസ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ വാക്സിൻസ് എന്താണ്, അതിനുള്ളിലുള്ള കോമ്പോണൻസ് എന്താണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വാക്സിൻസിൻ്റെ ഉള്ളിലുള്ള കോമ്പോണൻസ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് വാക്സിൻസിന്. BCG ഉണ്ട്, നമ്മൾ ട്യൂബർക്കുലോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന വാക്സിനാണ് BCG. TT ടെറ്റനസിന് എഗെയിൻസ്റ്റ് എടുക്കുന്നതാണ് OPV. പോളിയോ വാക്സിനാണ്. MMR എന്ന് പറയുമ്പോൾ മീസിൽസ്, മംസ്, റുബെല്ല. പെൻറ്റാവാലൻ എന്ന് പറയുമ്പോൾ 5 ഡിസീസസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ്. അപ്പം ഇത് കറക്റ്റായിട്ട് ഇതിന് എക്സാമ്പിൾ ചിലപ്പോൾ ഏതെങ്കിലും 2 എഴുതാൻ വേണ്ടി പറയും. ഇമ്മ്യൂണൈസേഷൻ എന്താണ്, വാക്സിൻസ് എന്താണ്, അതിലെ കോമ്പണൻസ് എന്താണ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് ഏറ്റവും ഫൈനലായിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ടേക്ക് പോകുന്നത്. നമ്മളുടെ നാച്ചുറൽ ഡിഫൻസ് വെച്ച് നോക്കി, ആർട്ടിഫിഷ്യലായിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടി നോക്കി, എന്നിട്ടൊന്നും പറ്റുന്നില്ല, നമ്മൾ ഫൈനലി ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് വാരിയസ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. ആയുർവേദ, സിദ്ധ, യുനാനി എന്നൊക്കെ നമുക്ക് വാരിയസ് മെഡിസിൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഒരുപാടുണ്ട്. ECG ഉണ്ട്, EEG ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉണ്ട്. അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട്, CT സ്കാൻ, MRI സ്കാൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഹാർട്ടിനൊരു ഡോക്ടർ, കാർഡിയോളജി ഉണ്ടാകും, ന്യൂറോളജി ഉണ്ട്, ആൻഡ് ഓങ്കോളജി ഉണ്ട്. അങ്ങനെ ഓരോ ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് പറയുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നമ്മളുടെ ആൻറ്റിബയോട്ടിക്സ് നമ്മളെല്ലാവരും കഴിക്കുന്നതാണല്ലേ ആൻറ്റിബയോട്ടിക്സ്. അപ്പം എന്താണ് ആൻറ്റിബയോട്ടിക്സ്? നമ്മൾ ബാക്ടീരിയനെ ഡെസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് എന്ത്? ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പം ആൻറ്റിബയോട്ടിക്സ് വളരെ യൂസ് ഉള്ളതാണെങ്കിൽ കൂടി അതിൻ്റെ ഓവർ യൂസ് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം 3 സൈഡ് എഫക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി പറയുന്നതാണ് ബ്ലഡ് ഗ്രൂപ്പ്സും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും. അപ്പോൾ നമ്മൾക്കറിയാവുന്ന ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. ഇങ്ങനെ ഓരോന്ന് ബ്ലഡിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിൻ്റെ ബേസിസ് എന്താണ്? ഓരോരുത്തരുടെയും ബ്ലഡിലുള്ള ആൻറ്റിജൻസ് ആണ്. ഒരാളുടെ ബ്ലഡിൽ A ആൻറ്റിജൻ ആണെങ്കിൽ അത് A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും, B ആൻറ്റിജൻ ആണെങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. 2 ആൻറ്റിജൻസും ഉണ്ടെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഒരു ആൻറ്റിജനും ഇല്ല എങ്കിൽ അത് O ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, അത് കൂടാതെ നമ്മളുടെ ബ്ലഡിൽ എന്തുണ്ട്? ആൻറ്റിബോഡീസ് ഉണ്ട്. ഒരാളുടെ ബ്ലഡിൽ A ആൻറ്റിജൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആൻറ്റിബോഡി B ആയിരിക്കും. B ആൻറ്റിജൻ ആണെങ്കിൽ ആൻറ്റിബോഡി A ഓപ്പോസിറ്റ് ആയിരിക്കും. 2 ആൻറ്റിജൻസും ഉണ്ടെങ്കിൽ ഒരു ആൻറ്റിബോഡിയും ഇല്ല. ഒരു ആൻറ്റിജനും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 2 ആൻറ്റിബോഡീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ ബ്ലഡിൽ വേറൊരു ആൻറ്റിജനാണ് ആൻറ്റിജൻ D അല്ലെങ്കിൽ RH ഫാക്ടർ. ഓക്കെ, അപ്പം ഈ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അവർ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആയിരിക്കും. അവരില്ല എങ്കിൽ അവർ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആയിരിക്കും. ഒരാൾ A പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ എന്തുണ്ട്? ആൻറ്റിജൻ D അല്ലെങ്കിൽ RH ഫാക്ടർ ഉണ്ട്. ഓക്കെ, ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ബ്ലഡ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്സ് മാച്ചിങ് ആയ ആൾക്കാർക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാകും? അൺമാച്ചിങ് ആയിട്ടുള്ള ബ്ലഡ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം. ഇനി നമ്മളുടെ 6th ചാപ്റ്റർ ആയിട്ടുള്ള അൺറാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ്. വളരെ രസകരമായിട്ടുള്ളൊരു ചാപ്റ്റർ ആണല്ലേ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് 4 കൺസെപ്റ്റ്സ് ആണ്. ഒന്ന് ഹെറിഡിറ്റി. എന്താണ് ഹെറിഡിറ്റി? പാരൻസിന് കുട്ടികളിലേക്ക് ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ആവുന്നതിനാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. വാരിയേഷനോ പാരൻസിലില്ലാത്ത ക്യാരക്ടേഴ്സ് കുട്ടികൾക്ക് കിട്ടുന്നതിനാണ് നമ്മൾ വാരിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു 2 കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ജെനറ്റിക്സ്. ഓക്കെ, പിന്നെ പറയുന്നൊരു കൺസെപ്റ്റാണ് എലീൽസ്. നമ്മളുടെ ഈ ഒരു ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ആവാൻ കാരണം ജീൻസ് ആണല്ലേ. ഒരു ജീനിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിനെയാണ് നമ്മൾ എലീൽ എന്ന് പറയുന്നത്. നോർമലി 2 എലീലാണ് ഒരു ജീനിനുണ്ടാവുന്നത്. പിന്നെ നമ്മളൊരാളെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അദ്ദേഹമാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ്, അദ്ദേഹം പീ പ്ലാന്റിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ് നമ്മുടെ ജെനറ്റിക്സിന് ബേസിസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അദ്ദേഹം മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയിട്ടുണ്ട്, ഡൈ ഹൈബ്രിഡ് ക്രോസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻഫറൻസസ്, അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇൻഫറൻസസ് ആണ് അദ്ദേഹത്തിൻ്റെ ലോസ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അങ്ങനെ 2 ലോസാണ് മെൻഡലിൻ്റെതായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മളുടെ DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ഒരു ജെനറ്റിക്സിൻ്റെ ബേസിസ് ആണ് നമ്മളുടെ DNA. നമ്മളുടെ ജീൻസ് ഉള്ളത് എവിടെയാണ്? DNA-യിലാണ്. DNA-യുടെ ഒരു സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. DNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡബിൾ സ്ട്രാൻഡഡ് ആണ്. നമ്മളുടെ നോർമലി നമ്മളുടെ ലാഡർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? DNA-യുടെ സ്ട്രക്ചർ കിട്ടും. അപ്പം DNA ഇങ്ങനെ ഡബിൾ ഹെലിക്സ് ആണെന്ന് പറഞ്ഞത് ആരാണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അവരുടെ എക്സ്പെരിമെൻറ്റ്സ്
സീക്വൻസ് ആണ് DNA-ക്ക് ഒരു ഡബിൾ ഹെലിക്സ് ആണ് അവരുടെ സ്ട്രക്ചർ എന്ന് റിവീൽ ചെയ്തത്. DNA-യുടെ ബേസിക് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് എന്തായിട്ടുള്ളത് നമ്മുടെ DNA ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ടുള്ളത്. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. അതിനൊരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ടാവും, ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ടാവും, ഒരു നൈട്രോജനസ് ബേസ് ഉണ്ടാവും. ഇവർ മൂന്നും ചേർന്നതാണ് നമ്മളുടെ ന്യൂക്ലിയോടൈഡ്. ഇതിലുള്ള നൈട്രോജൻ ബേസ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിസിറ്റി ഉള്ള ആൾക്കാരാണ് നൈട്രോജൻ ബേസസ്. ഇത് 4 നൈട്രോജൻ ബേസസ് ആണ് നമുക്കുള്ളത്. എഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അങ്ങനെ 4 നൈട്രോജൻ ബേസ് ഉണ്ട്. പക്ഷേ ഇവർ ഭയങ്കര സ്പെസിഫിസിറ്റി ഉള്ള ആൾക്കാരാണ്. എഡിനിൻ എപ്പോഴും ആരായിട്ടാണ് ബൈൻഡ് ചെയ്യല്? തൈമിനായിട്ടേ ബൈൻഡ് ചെയ്യുള്ളൂ. എഡിനിൻ എപ്പോഴും ഡബിൾ ബോണ്ടുമായിട്ട് തൈമിനോട് ബൈൻഡഡ് ആണ്. ആൻഡ് ഗ്വാനിനോ ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ട് സൈറ്റോസിനോട് ബൈൻഡഡ് ആണ്. ഈ ഒരു സ്പെസിഫിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ RNA പറ്റി പറയുന്നുണ്ട്. RNA എന്ന് പറഞ്ഞാൽ DNA പോലെ തന്നെ ഒരു ന്യൂക്ലിക് ആസിഡ് ആണ്. പക്ഷേ ഇവിടെയുള്ള റൈബോസ് ഷുഗർ വ്യത്യാസമാണ്. ഇവിടെ റൈബോസ് ഷുഗർ ആണ്, ഇവിടെ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. അപ്പോൾ അവരുടെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. DNA എന്ന് പറഞ്ഞാൽ നോക്കൂ ഡബിൾ സ്ട്രാൻഡഡ് ആണ്. RNA മോസ്റ്റ്ലി സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും. ഇവിടെ ഏതാണ് ഷുഗർ? ഡിയോക്സി റൈബോസ് ഷുഗർ ആണെങ്കിൽ ഇവിടെ റൈബോസ് ഷുഗർ ആണ്. പിന്നെ അവരുടെ നൈട്രോജൻ ബേസിസിലാണ് ഒരു നൈട്രോജൻ ബേസിസ്. തൈമിന് പകരം ഇവിടെ RNA-യിൽ യുറാസിലാണുള്ളത്. ഓക്കെ, ബാക്കി 3 പേരും സെയിം ആണ്. പക്ഷേ തൈമിന് പകരം RNA-യിൽ യുറാസിലാണുള്ളത്. ആ ഒരു ഡിഫറൻസ് ആണുള്ളത്. അപ്പം ഈ ഒരു ടേബിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് RNA DNA പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. നമ്മൾക്കറിയാം നമ്മളുടെ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നത് പ്രോട്ടീൻസ് ആയിട്ടാണ്. അപ്പോൾ ഈ പ്രോട്ടീൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ആണതല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ജീൻസ് ഉള്ളത് DNA-യിലാണല്ലേ. അപ്പോൾ ഈ ജീൻസിലുള്ള മെസ്സേജ് എങ്ങനെയാണ് പ്രോട്ടീനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് പ്രോട്ടീൻ സിന്തസിസിൽ പറയുന്നത്. അപ്പോൾ അതിന് സ്റ്റേജസ് ഉണ്ട്. ആദ്യം എന്ത് ചെയ്യും? നമ്മൾ DNA കാണുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്താണല്ലേ. അപ്പോൾ DNA എന്ത് ചെയ്യും? റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിനുള്ള മെസ്സേജസ് ഒരു RNA-യിലേക്ക് കോപ്പി ചെയ്യും. mRNA DNA-യിൽ നിന്ന് ഫോം ചെയ്യും. എന്നിട്ടോ ഈ mRNA നമ്മളുടെ ന്യൂക്ലിയസിന് പുറത്തെത്തും, സൈറ്റോപ്ലാസ്റ്റിലേക്ക് എത്തും. mRNA റീച്ചസ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. എന്നിട്ട് എന്ത് ചെയ്യും? mRNA റൈബോസോമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈബോസോം ഇതിലുള്ള മെസ്സേജസ് റീഡ് ചെയ്തും അതിനനുസരിച്ച് tRNA എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ടുള്ള അമിനോ ആസിഡ്സ് കൊണ്ടുവന്ന് പ്രോട്ടീൻ മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഡയഗ്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചാൽ തന്നെ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് എഴുതാം. ഇതൊക്കെയാണ് ആദ്യം mRNA ഫോം ചെയ്യുന്നു, അത് ന്യൂക്ലിയസിൽ നിന്ന് പുറത്തെത്തുന്നു, എന്നിട്ട് റൈബോസോമിൽ എത്തുന്നു, tRNA അതിനനുസരിച്ചുള്ള അമിനോ ആസിഡ്സ് കൊണ്ടുവരുന്നു, അതിനനുസരിച്ചുള്ള പ്രോട്ടീൻ മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള RNAs പറയുന്നുണ്ട്. ഒന്നാണ് tRNA, ട്രാൻസ്ഫർ RNA, വേറൊന്ന് rRNA, പിന്നെ ഒന്ന് mRNA. അപ്പം ഇവർ 3 പേരും എന്താണ്, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് കറക്റ്റ് അറിയണം. ഇനി പറയുന്നതാണ് ക്രോമസോംസ് ഇൻ ഹ്യൂമൻസ്. നമുക്കറിയാം ഹ്യൂമൻസിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 23 പെയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം 46 ക്രോമസോംസ് ഉണ്ട്. ഈ 23 പെയേഴ്സിൽ നമുക്ക് 22 പെയേഴ്സ് എന്താണ്? സൊമാറ്റിക് ക്രോമസോംസ് ആണ്. സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നതാണ്. ഈ ഒരു 22 പെയേഴ്സും എന്താണ്? സൊമാറ്റിക് ക്രോമസോംസ് ആണ്. ഇവരുണ്ടോ? ഐഡൻറ്റിക്കൽ ആണ് ഓരോ പെയറും അല്ലേ? ഐഡൻറ്റിക്കൽ ആണ്. ആൻഡ് വി ഹാവ് എ പെയർ ഓഫ് 6 ക്രോമസോംസ്. നമുക്ക് 2 6 ക്രോമസോം ആണുള്ളത്, ഒരു X ക്രോമസോമും ഒരു Y ക്രോമസോമും. ഓക്കെ, അപ്പം അതിൽ തന്നെ മെയിൽസിലാണെങ്കിൽ 44 + XY ആണ്. 44 സൊമാറ്റിക് ക്രോമസോംസ്, 22 പെയേഴ്സ് ഓഫ് സൊമാറ്റിക് ക്രോമസോമും ഒരു X ക്രോമസോമും ഒരു Y ക്രോമസോമും ആണ് ആർക്കുള്ളത്? മെയിൽസിലുള്ളത്. ഫീമെയിൽസിലാണെങ്കിലോ 44 + XX ആണ്. ഫീമെയിൽസിൻ്റെ സെക്സ് ക്രോമസോം 2 X ആണ്. മെയിൽസിലാണെങ്കിൽ ഒരു Xഉം Y ആണ് അവരുടെ സെക്സ് ക്രോമസോംസ്. 44 സൊമാറ്റിക് ക്രോമസോംസ് 2 പേരിലും ഈക്വൽ ആണ്. പക്ഷേ എവിടെയാണ് ഡിഫറൻസ് ഉള്ളത്? സെക്സ് ക്രോമസോംസിലാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം, മാറിപ്പോവരുത്. ഫീമെയിൽസിന് XX ആണ്, മെയിൽസിന് XY ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജെനറ്റിക് വേരിയേഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ക്യാരക്ടേഴ്സ് ദാറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഓഫ്സ്പ്രിങ് ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദെയർ പാരൻസ് അല്ലേ. പാരൻസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഓഫ്സ്പ്രിങ്ങിൽ വരുന്നതാണ് ജെനറ്റിക് വേരിയേഷൻ എന്ന് പറയുന്നത്. അതിന് കാരണമായിട്ടുള്ള 3 പ്രോസസ്സുകളാണ്. ഒന്ന് ഫെർട്ടിലൈസേഷൻ, 2 മ്യൂട്ടേഷൻ, 3 ക്രോസിംഗ് ഓവർ. അപ്പോൾ ഇത് 3 എങ്ങനെയാണ് ജെനറ്റിക് വേരിയേഷൻ ഉണ്ടാക്കുന്നതെന്ന് കറക്റ്റ് അറിയണം. ഓക്കെ, ദെൻ സെക്സ് ഡിറ്റർമിനേഷൻ. ഒരു കുഞ്ഞ് ജനിക്കുമ്പം അത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഫീമെയിൽസ് ആണോ? അല്ല, അത് ആരാണ് തീരുമാനിക്കുന്നത്? മെയിൽസിൻ്റെ XY ക്രോമസോമാണ് ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. അതെന്താണ്? ഇവർക്കാണ് ഇവിടെ ഡിഫറൻസ് ഉള്ളത് അല്ലേ. ഇപ്പോൾ ഫീമെയിൽസിൻ്റെ ഓവത്തിലുള്ള X ക്രോമസോമും മെയിലിൻ്റെ X ക്രോമസോമാണ് വരുന്നതെങ്കിൽ ഇതെന്തായിരിക്കും? ചൈൽഡ് ഫീമെയിൽ ആയിരിക്കും. അതുപോലെ ഫീമെയിലിൻ്റെ എക്സും മെയിലിൻ്റെ എക്സും ആണെങ്കിൽ ചൈൽഡ് അഗെയിൻ ഫീമെയിൽ ആയിരിക്കും. പക്ഷേ ഫീമെയിലിൻ്റെ എക്സും മെയിലിൻ്റെ Y ക്രോമസോമും ആണെങ്കിൽ ചൈൽഡ് എന്തായിരിക്കും? മെയിലായിരിക്കും. അപ്പോൾ കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ഫാദറിൻ്റെ XY ക്രോമസോമാണ്. ഓക്കെ,
നമ്മൾ പറയുന്നതാണ് കളർ ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിൻ കളറാണല്ലേ, നമ്മളെല്ലാവരുടെയും സ്കിൻ കളർ ഡിഫറെൻ്റ് ആണ്. അതിന് കാരണമായിട്ട് പറയുന്നത് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് പ്രോട്ടീനാണ്. ഈ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ജീനാണ് നമ്മളിൽ ഉള്ളതില്ലെങ്കിൽ നമ്മളെന്തായിരിക്കും, നമ്മളുടെ സ്കിന്ന് കുറച്ച് ഡാർക്കായിരിക്കും. മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനുള്ള ജീനാണ് നമ്മളുടേതില്ലെങ്കിൽ നമ്മളെന്തായിരിക്കും, കുറച്ച് ലൈറ്റ് കളർഡ് ആയിരിക്കും. ഇപ്പോൾ ഒരാളുടെ കളർ തീരുമാനിക്കുന്ന ആരാണ്, ഈ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ജീനാണോ കുറയ്ക്കാനുള്ള ജീനാണോ നമ്മളുടേതിലുള്ളത്. അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കളർ ഡിഫറൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് ഡിസ്കസ് ചെയ്യുന്ന ബയോടെക്നോളജീനെ പറ്റിയിട്ടാണ്. പിന്നെ അതിൻ്റെ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ജെനറ്റിക് എഞ്ചിനീയറിങ്ങും അതിൻ്റെ അഡ്വാൻറ്റേജസും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ എന്തായാലും നോക്കണം. പിന്നെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഇൻസുലിൻ പ്രൊഡക്ഷനാണ്. ജെനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ നമ്മൾ എങ്ങനെയാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു മെഡിസിൻ, ഡയബറ്റിസ് പേഷ്യൻസിന് നമ്മൾ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻസുലിൻ അല്ലേ, അത് നമ്മൾ എങ്ങനെയാണ് ആർട്ടിഫിഷ്യലി ജെനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊരു ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലേ, അതായത് അതിൻ്റെ സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ ഹ്യൂമൻ സെല്ലിൽ നിന്ന് ഇൻസുലിൻ ജീൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് ബാക്ടീരിയൽ സെല്ലിൽ നമ്മൾ പ്ലാസ്മിഡ് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരെയും കൂട്ടിച്ചേർത്തിട്ട് അതൊരു ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ആ ബാക്ടീരിയൽ സെല്ലിനെ നമ്മളൊരു കൾച്ചർ മീഡിയത്തിലിടുന്നു. അപ്പോൾ ഇതിലുള്ള ഓരോ ബാക്ടീരിയ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇനാക്റ്റീവ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ ആക്റ്റീവ് ഇൻസുലിൻ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ സ്റ്റേജസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ ഈ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയുടെ ഏറ്റവും ബേസിസ് എന്ന് പറയുന്നത് ഈ ഒരു ചില എൻസൈംസ് ആണ്. നമുക്ക് ഈ ജീൻസിനെ കട്ട് ചെയ്യാനും കൂട്ടിച്ചേർക്കാനും പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ കട്ട് ചെയ്യാനും ജോയിൻ ചെയ്യാനും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, നമ്മൾ എൻസൈംസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജീൻസിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ് ജെനറ്റിക് സിസേഴ്സ്. അതിനുള്ളൊരു എക്സാമ്പിളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെയുള്ളതാണ് ജീൻസിനെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമിന് നമ്മൾ പറയുന്ന പേരാണ് ജെനറ്റിക് ഗ്ലൂ. ഒട്ടിച്ചു ചേർക്കുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് ഗ്ലൂ എന്ന് പറയുന്നത്, കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് സിസേഴ്സ് എന്ന് പറയുന്നത്. ജീൻസിനെ ആയതുകൊണ്ട് ജെനറ്റിക് സിസേഴ്സ്, ജെനറ്റിക് ഗ്ലൂവിനൊരു എക്സാമ്പിളാണ് എൻസൈം ലിഗേസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഒരു ജീനിനെ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് വെക്ടേഴ്സിനൊരു എക്സാമ്പിളാണ് പ്ലാസ്മിഡ്. ജനറലി നമ്മൾ പ്ലാസ്മിഡിനെയാണ് ഇങ്ങനെ ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു 3 കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ജീൻ തെറാപ്പി. നമ്മുടെ ജെനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ. നമുക്ക് ജെനറ്റിക് ഡിസീസ് ക്യൂർ ചെയ്യാൻ നമുക്ക് മെഡിസിൻസ് ഒന്നും ഇല്ല അല്ലേ, അവിടെയാണ് നമ്മളുടെ ജീൻ തെറാപ്പിയുടെ ഇമ്പോർട്ടൻസ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ജെനറ്റിക് ഡിസീസിന് കാരണമായിട്ടുള്ള ജീനിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആ ജീനിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ നല്ല സ്മാർട്ടായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജീനിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഫംഗ്ഷൻ റെഡിയായി, നമ്മളുടെ അസുഖം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പം ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. എന്ത് ചെയ്യുന്നു, നമ്മൾ കേടായിട്ടുള്ള ജീനിനെ റീപ്ലേസ് ചെയ്തിട്ട് ഹെൽത്തി ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നതാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ട്രീറ്റിന് കാരണമായിട്ടുള്ള ജീനും ഏതാണ്, അതിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഈ ഒരു പ്രൊജക്റ്റ്. അപ്പം ജീൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടെക്നോളജിയാണ്. ഒരു ട്രീറ്റ് കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാണ്, അതിൻ്റെ ലൊക്കേഷൻ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ടെക്നോളജിയാണ് ജീൻ മാപ്പിംഗ്. പിന്നെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജീനോമാണ്. എന്താണ് ജീനോം എന്ന് ചോദിച്ചാൽ ഒരു ഓർഗാനിസത്തിൻ്റെ കംപ്ലീറ്റ് ജെനറ്റിക് മെറ്റീരിയൽ. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിനാണെങ്കിൽ 46 ക്രോമസോംസ് ഉണ്ടല്ലേ, ആ 46 ക്രോമസോംസിലുള്ള കംപ്ലീറ്റ് ജീൻസിനെ കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ജീനോം. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ആൻഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആനിമൽസിലും ക്രോപ്സിലും പ്ലാന്റ്സിലൊക്കെ ജെനറ്റിക് എഡിറ്റിംഗ്, ജീൻ എഡിറ്റിംഗ് നടത്തിയിട്ട് ചെയ്യാം. നമ്മൾ അവരെ ഫാം ആനിമൽസ് ആക്കി മാറ്റിയിട്ട് നമുക്ക് മെഡിസിൻസ് എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ജെനറ്റിക് മെറ്റീരിയലിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നതാണ് ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ആൻഡ് ക്രോപ്സ്. ഇപ്പോൾ ക്രോപ്സിലൊക്കെയാണ് നമുക്ക് ഇൻസെക്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. ബീറ്റി ബ്രിഞ്ചോളൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ ഫൈനലി നമ്മളുടെ DNA ഫിംഗർ പ്രിൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA. നമുക്കറിയാം DNA ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണല്ലേ. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് DNAയിൽ എന്നുള്ളത് പരിശോധിക്കുന്ന ഒരു ടെക്നോളജിയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് DNA പ്രൊഫൈലിംഗ് എന്ന് പറയാം, DNA ടെസ്റ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോറൻസിക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും DNA ഫിംഗർ പ്രിൻറ്റിംഗ് തന്നെയാണ്. ഇതിൻ്റെ സ്കോപ്പ് നിങ്ങൾക്കൊരു 4 പോയിൻറ്റ്സ് പഠിക്കാനുണ്ട്. അതെന്തായാലും പഠിക്കണം, അതെന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്.
അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ എവല്യൂഷനാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഹ്യൂമൻ ആയത്, ഇപ്പോൾ കാണുന്ന ഒരു മനുഷ്യൻ്റെയൊക്കെ നമ്മൾ എത്തിയത് എങ്ങനെയാണ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവർ ഡിസ്കസ് ചെയ്യുന്ന 2 തിയറീസാണ്. ഒന്ന് പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ്, പിന്നെ ഒന്ന് കെമിക്കൽ എവല്യൂഷൻ തിയറി. എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് പറയുന്ന 2 തിയറീസാണ്. വൈഡ്ലി ഡിസ്കസ് ചെയ്ത 2 തിയറീസാണ്. ഒന്ന് പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ്, പിന്നെ ഒന്ന് കെമിക്കൽ എവല്യൂഷൻ തിയറി. ഈ കെമിക്കൽ എവല്യൂഷൻ തിയറീസിൻ്റെ പ്രൊപ്പണൻസ് ആണ് ഒപ്പാരൻ ആൻഡ് ഹാൽഡെയിൻ. അതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിക് എർത്തിൻ്റെ കണ്ടീഷൻ എന്താണ്, അവിടുത്തെ സോഴ്സ് ഓഫ് എനർജി, എന്നിട്ട് അതിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാകുന്നു, പിന്നെ കോംപ്ലെക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാകുന്നു, പിന്നെ ന്യൂക്ലിക് ആൻഡ് ലിപ്പിഡ് ലെയർ ഉണ്ടാകുന്നു, അതിൽ നിന്ന് പ്രിമിറ്റീവ് സെല്ല് ഉണ്ടായി എന്ന് പറയുന്നതാണ് നമ്മളുടെ കെമിക്കൽ എവല്യൂഷൻ തിയറി. അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം എല്ലാവരും. അപ്പം യുറേ മില്ലർ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കെമിക്കൽ എവല്യൂഷൻ തിയറിയുടെ ഒരു എവിഡൻസ് ആയിട്ടാണ് ഈ യുറേ മില്ലർ എക്സ്പെരിമെൻ്റ് വരുന്നത്. അപ്പം ഇങ്ങനെയൊരു ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പം അവ എന്താണ് കണ്ടക്ട് ചെയ്തത്, അവർ നമ്മളുടെ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിക് എർത്തൊക്കെ കൊടുത്ത് എങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തതെന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എർത്തിൽ പ്രിമിറ്റീവ് സെല്ല് ഉണ്ടായത് എപ്പോഴാണ്, 3800 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഒരു പ്രിമിറ്റീവ് സെല്ല് ഉണ്ടാവുന്നത്. ദെൻ 3500 മില്യൺ ഇയേഴ്സ് എഗോ പ്രൊക്കാരിയോട്സ് ഉണ്ടാവുന്നു. പിന്നെ 1500 മില്യൺ ഇയേഴ്സ് എഗോ എന്തുണ്ടാവുന്നു, യുക്കാരിയോട്സിൻ്റെ കോളനി ഉണ്ടാവുന്നു. പിന്നെയാണ് എന്തുണ്ടാവുന്നത്, മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു സ്റ്റേജ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ നമ്മൾ എവല്യൂഷൻ്റെ തിയറീസാണ് പറയുന്നത്. അപ്പം എവല്യൂഷൻ്റെ തിയറീസിൽ ഫസ്റ്റ് പറയുന്നത് ലാമാർക്കിസമാണ്. ലാമാർക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്, ഈ എക്വയർഡ് നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ എക്വയർ ചെയ്ത ക്യാരക്ടേഴ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ന്യൂ സ്പീഷീസ് ഉണ്ടായത്. അതിന് അദ്ദേഹം ജിറാഫിനെയാണ് പറഞ്ഞത്. ജിറാഫിന് ആദ്യം ഇങ്ങനെ ഒരു നീളമുള്ള കഴുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഉയരത്തിലുള്ള ലീവ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ കഴുത്ത് നീട്ടിയാണ് ഇങ്ങനെ ആയതെന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു റിജക്റ്റഡ് തിയറിയാണ് ലാമാർക്കിസ്. ഓക്കെ, റിജക്റ്റഡ് തിയറി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതെന്താണ്, ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നൊക്കെ പറയാനുണ്ട്. പിന്നെ ഒരു രണ്ടാമത്തെ തിയറിയാണ് ഡാർവിനിസം എന്ന് പറയുന്നത്. ചാൾസ് ഡാർവിൻ ആണ് ഈ തിയറിയുടെ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഗാലപ്പഗോസ് ഐലൻഡിൽ നടത്തിയിട്ടുള്ള ഒബ്സർവേഷൻസിൻ്റെ ബേസിലാണ് ഈ ഒരു തിയറി കൊണ്ടുവരുന്നത്. അദ്ദേഹം ഫിഞ്ചസിലാണ്, കുരുവികളിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒബ്സർവേഷൻ നടത്തിയത്. അപ്പം ഓരോ കുരുവിയിലും അദ്ദേഹം ഒബ്സർവ് ചെയ്ത് അവരുടെ ബീക്കാണ്. അപ്പോൾ അവരുടെ ഫുഡ് ഹാബിറ്റിനനുസരിച്ചിട്ടാണ് ആ ബീക്കിന് ഡിഫറൻസ് ഉണ്ടായതല്ല. അപ്പം അതിൻ്റെ ബേസിലാണ് അദ്ദേഹം ഈ ഒരു തിയറി കൊണ്ടുവന്നത്. ഇതിൽ തന്നെ റോബർട്ട് മാൽത്തസിൻ്റെ ചില ഐഡിയാസ് അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നതാണ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചാർട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പം ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവും. അതിൽ അൺഫേവറബിൾ വേരിയേഷൻസ് ഉള്ള സ്പീഷീസ് പെരിഷ് ചെയ്യും, ഡിസ്ട്രോയിഡ് ആകും. ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവരെ നേച്ചർ സെലക്ട് ചെയ്യും, അവർ സർവൈവ് ചെയ്യും. ആ ചേഞ്ചസ് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ചേഞ്ചസ് അക്യുമുലേറ്റ് ചെയ്ത് എന്തുണ്ടാകും, ന്യൂ സ്പീഷീസ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഡാർവിൻ പറഞ്ഞത്. പിന്നെ അതിനെ കുറച്ചുകൂടി നമ്മളുടെ സൈറ്റോളജിയുടെയും മോളിക്കുലർ ബയോളജിയുടെ ഒക്കെ ബേസിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിയോ ഡാർവിനിസം വന്നു. ഓക്കെ, പിന്നെ പറയുന്നത് മ്യൂട്ടേഷൻ തിയറിയാണ്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമല്ലേ, സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ആണ്, പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസ് ആണ്, അത് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അത് പ്രപ്പോസ് ചെയ്തത് ഹ്യൂഗോ ഡീവറിസ് ആണ്. അത് നല്ല ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു തിയറിയാണ്. ആ തിയറി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലാമാർക്കിസം, ഡാർവിനിസം, ദെൻ നാച്ചുറൽ സെലക്ഷൻ, നിയോ ഡാർവിനിസം, മ്യൂട്ടേഷൻ തിയറി. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എവല്യൂഷൻ നടന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിന് എവിഡൻസ് വേണ്ട. അതിനുള്ള എവിഡൻസ് ഒന്നെന്ന് പറയുന്നത് ഫോസിൽസ് ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഫോസിൽസിൻ്റെ ബേസിലാണ് നമ്മൾ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തതെന്നൊക്കെ പറയുന്നത്. പിന്നെ ഒന്ന് ഹോമലോഗസ് ഓർഗൻസ് ആണ്. ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ടാവും, പക്ഷേ ഫങ്ഷൻസ് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉള്ളത് കാരണം ഇവർ ഇതിൽ നിന്നായിരിക്കാം ഇവോൾവ് ചെയ്ത് വന്നതെന്ന് നമ്മൾ പറയാം. അപ്പോൾ ഹോമലോഗസ് ഓർഗൻസ് എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് എവിഡൻസ് ആണ് എവല്യൂഷൻ്റെ. അപ്പം ഹോമലോഗസ് ഓർഗൻസിനെ പറ്റിയും ഫോസിൽസിനെ പറ്റിയൊക്കെ കറക്റ്റ് പഠിക്കണം. ദെൻ ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി, അതിൻ്റെ ഒരു കമ്പാരിസണിൽ നമ്മൾ എങ്ങനെയാണ് എവിഡൻസ് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കാനുണ്ട്. ദെൻ മോളിക്കുലർ ബയോളജിയിൽ നമ്മൾ മെയിനായിട്ട് ഹീമോഗ്ലോബിൻ മോളിക്യൂളിൻ്റെ ബീറ്റ ചെയിനിലുള്ള അമിനോ ആസിഡ്സിനെയാണ് കമ്പയർ ചെയ്തത്. അപ്പം ഈ ചിമ്പാൻസിയുടെയും ഹ്യൂമൻ ബീങ്സിൻ്റെയും കമ്പാരിസണിൽ ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. ഹീമോഗ്ലോബിനിലെ അമിനോ ആസിഡ് മോളിക്യൂളിന് ഒരു ചേഞ്ചും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ആണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒരു ടേബിൾ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ എവല്യൂഷൻ പറയുമ്പം ഈ ആന്ത്രപ്പോയിഡി എന്ന് പറയുന്ന ഒരു കാറ്റഗറി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതാണ് ഒന്ന് സർക്കോപിത്തിക്കോയിഡ്, പിന്നെ ഒന്ന് ഹൊമിനോയിഡിയ. ഈ സർക്കോപിത്തിക്കോയിഡിയയിൽ വരുന്നവർക്ക് സ്മോൾ ബ്രെയിനും ലോങ് ടെയിൽഡും ആയിരിക്കും. അതിൽ വരുന്നൊരു എക്സാമ്പിളാണ് മങ്കി. അപ്പോൾ ഈ ഒരു മങ്കിയുടെ എക്സാമ്പിൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് അറിയാമല്ലോ, സ്മോൾ ബ്രെയിനും ലോങ് ടെയിൽഡും ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ.
ദെൻ ഹൊമിനോയിഡിയിലേക്ക് വരുമ്പം അവർക്ക് ഡെവലപ്പ് ചെയ്തു, അവരുടെ ബ്രെയിൻ നല്ല ഡെവലപ്പ് ചെയ്തു ആൻഡ് ഫ്രീലി മൂവബിൾ ഹാൻഡ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ വരുന്നതാണ് ഗിബ്ബൻ, അതിനെ കുറച്ചുകൂടി ഇവോൾവ് ചെയ്തിട്ട് ഒറാങ്ങുട്ടാൻ, ദെൻ ഗൊറില്ല, ചിമ്പാൻസി, ഫൈനലി ഹ്യൂമൻ ബീങ്, മാൻ വന്നു. ഓക്കെ, പിന്നെ ഹ്യൂമൻ ബീങ്സിൻ്റെ തന്നെ ഡെവലപ്മെൻറ്റ്, ബ്രെയിനിലുള്ള ഡെവലപ്മെൻറ്റിലെ ബേസിൽ അവർ പിന്നെയും കാറ്റഗറീസ് ആയിട്ടുണ്ട്. ദാറ്റ് ഇസ് ഹാർഡിപ്പിത്തേക്കസ് റാമിഡസ്, ഓസ്ട്രലോപിത്തേക്കസ് എഫറൻസിസ്, ഹോമോ ഹാപ്പിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർതാലൻസിസ് ആൻഡ് ഹോമോ സാപ്പിയൻസ്. ദാറ്റ് ഇസ് ഇപ്പോൾ ഉള്ള ഹ്യൂമൻ ബീങ്സ് നമ്മളൊക്കെ എന്താണ്, ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അനുസരിച്ചിട്ടുള്ള ഓരോ കാറ്റഗറീസ് ആണ്. അപ്പോൾ ഇവരുടെ ഓരോന്നിൻ്റെയും സ്പെഷ്യാലിറ്റീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അവരെവിടെ നിന്നാണ് അവരുടെ ഫോസിൽസ് കണ്ടെത്തിയെന്നൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നോക്കാനുണ്ട്. ഓക്കെ, Exam Winner. Crack your exams with Exam Winner and be a true winner.